ഹലോ ഫ്രണ്ട്സ്, നമ്മൾ നിൽക്കുന്നത് കിടിലം ഒരു ക്ഷേത്രത്തിലാണ് കേട്ടോ. നല്ല കാട് ഏരിയയാണ് കേട്ടോ. അപ്പോൾ അത് വഴി ഒത്തിരി മോശമാണ്. അപ്പോൾ അതാണ് എൻ്റെ ക്യാമറ ഇങ്ങനെ കിടന്ന് കുലുക്കുന്നത് കേട്ടോ. നോക്കി ഇറങ്ങിയില്ലെങ്കിൽ വീഴാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. മഴയാണ്, അപ്പോൾ അതുകൊണ്ട് തെറ്റാലും വീഴാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നോക്കി ഇറങ്ങുന്നതുകൊണ്ടാണ് ക്യാമറ ഒന്ന് ഷിവർ ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലുള്ള കിടിലം വീഡിയോസിനായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യണോ, സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൊണ്ടൊന്ന് എനേബിൾ വെക്കുക. ഇവിടെയൊക്കെ നല്ല കാടാണ് കേട്ടോ. അപ്പോൾ ഈ ഇടയ്ക്ക് ഉത്സവമൊക്കെ നടന്നത്, അതുകൊണ്ട് തന്നെ വഴിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടേക്കുന്നത്. അല്ലെങ്കിൽ നിറയെ കൂടെ കാടാണ് കേട്ടോ. നല്ല എന്താ പറയുക, ഒരു പേടിയാവുന്ന രൂപത്തിൽ ഇറങ്ങി പോകേണ്ടി വരും. അതിനൊക്കെ തന്നെ ഈ ഇടയ്ക്ക് ഇവിടെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ അതാണ് ഇങ്ങനെ കിടക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ എന്താ പറയുക, ഇപ്പോഴും ചെളിയും കാര്യങ്ങളൊക്കെ നാച്ചുറാലിറ്റി ശരിക്കും ഫീൽ ചെയ്യുന്ന ഒരു അമ്പലമാണ് കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ കാവാണ് കേട്ടോ. ഇതിൻ്റെ താഴെ കൂടെ ഒരു അരുവി പോകുന്നുണ്ട്, കാണാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഞാനിങ്ങനെ കൂടെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ വന്നിങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. നല്ലൊരു കിടിലം സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ഇതിൻ്റെ കാവാണ് കേട്ടോ, ശരിക്കും വനമാണ് കേട്ടോ. ഇവിടെയൊക്കെ നിറയെ എന്താ രാത്രിയൊക്കെ വരുമ്പോഴത്തേക്ക് ശരിക്കും പേടിയാവും കേട്ടോ. ആ രീതിയിലുള്ള എന്താ പറയുക, കിടിലം ഒരു വനമാണ്. എന്നാൽ പകലൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. നമ്മൾ അരുവി പോകുന്നുണ്ടോ. അപ്പോൾ നല്ല മഴയാണ്, അപ്പോൾ നിറഞ്ഞ് ഒഴുകി പോകുന്നുണ്ടോ. അപ്പോൾ ഒരു കിടിലം വൈബാണ് കേട്ടോ. കിടിലമാണ്. അതിനൊക്കെ തന്നെ ഒരുപാട് ആളിലൊക്കെ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതൊക്കെ തന്നെ ഒരുപാട് പഴയ ഒരു ക്ഷേത്രമാണ് കേട്ടോ. 2 ദേവിമാരാണ് ഇവിടെ ഉള്ളത് കേട്ടോ. 2 പേരാണുള്ളത്. 2 അമ്പലമാണ് കേട്ടോ. മുകളിലും താഴെയായിട്ട് 2 അമ്പലം. അതിന് ഒരു കാവുണ്ട് കേട്ടോ. ആ കാവിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഒരു കാവിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോകാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കത് കാവിലേക്ക് ഒന്ന് പോകണം. അപ്പോൾ ഈ മഴയായതുകൊണ്ടാണ് എൻ്റെ ക്യാമറ, കാരണം വെച്ചാൽ ഇവിടെ മൊത്തം ചെളിയും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ചെരുപ്പൊക്കെ ഊരിയിട്ട് ഒന്ന് നടക്കുമ്പോഴത്തേക്കാണ് ക്യാമറ വെട്ടുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല ഇതായിട്ട് നമുക്ക് സ്മൂത്തായിട്ട് പിടിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി മഴയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം വന്നിട്ട് ഒരു വീഡിയോസ് കവർ ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്യുക, ആരും മറന്നുപോയില്ല. ജസ്റ്റ് ഇതൊക്കെ ഒരുപാട് വെറൈറ്റി വീഡിയോസൊക്കെ കിടപ്പോൾ കേട്ടോ നമ്മുടെ ചാനലിൽ. അപ്പോൾ കാരണം നിറയെ കാട്, അതിനൊക്കെ തന്നെ വള്ളികളൊക്കെ ചുറ്റി നല്ല എന്താ പറയുക, ഒരു നാച്ചുറാലിറ്റി ഇവിടെ വന്നാൽ ഫീൽ ചെയ്യും കേട്ടോ. നല്ലൊരു ക്ഷേത്രമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാൻ നമ്മളെ ഫ്രണ്ട്സൊക്കെ സമയം കിട്ടുമ്പോൾ വർക്കയിലേക്ക് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഇങ്ങോട്ടൊന്ന് വരാവുന്നതാണ്. നിറയെ കാടും കാര്യങ്ങളൊക്കെയാണ്, കാവാണ് കേട്ടോ. അപ്പോൾ നമ്മളത് കണ്ടു. നമുക്ക് ഇനി നേരെ ഒന്ന് മുകളിലോട്ട് പോകണം. ഈ സ്റ്റെപ്പൊക്കെ ഏകദേശം ഇപ്പോൾ ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നല്ല ഇതായിരുന്നു കേട്ടോ. പാറയും അതിനൊക്കെ തന്നെ കട്ടയും ഒക്കെ ആയിട്ട് കയറി പോകാനൊക്കെ ഭയങ്കര പാടായിരുന്നു. ഇപ്പോഴും ഒത്തിരി പാട് തന്നെയാണ്. ഇപ്പോൾ മഴ പെയ്തതുകൊണ്ടാണ് ഇത്ര ഒരു പാടായിട്ട് നമുക്ക് തോന്നുന്നത് കേട്ടോ. ചെളിയും കാര്യങ്ങളൊക്കെ വന്നത് അതുകൊണ്ടാണ്. എങ്കിലും നമ്മൾ ഈ പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ ഒരുപാട് ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കൂടെ ഇവിടെ വരാറുണ്ട് കേട്ടോ. നമ്മൾ ഫാമിലിയായിട്ട് വരാറുണ്ട്. വർക്കിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇവിടെ വന്നിങ്ങനെ കുറച്ച് നേരം സ്പെൻഡൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് നടന്ന നേരെ മുകളിലേക്ക് പോകാം കേട്ടോ. ഏറ്റവും മുകളിലാണ് ഒരു അമ്പലം ഉള്ളത്. അതിന് തൊട്ട് താഴെ ഇവിടെ നമ്മൾ കയറി ചെന്നത്തിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട് കേട്ടോ. താഴത്തെ അമ്പലം, മറ്റേത് മുകളിലത്തെ അമ്പലമാണ്. 2 ദേവിമാരുണ്ട് കേട്ടോ ഇവിടെ. ഒന്ന് വനദുർഗയാണ്, ഒന്ന് അഞ്ചുമൂർത്തിയാണ് കേട്ടോ. അഞ്ചുമൂർത്തി ദേവിയും ഒന്ന് വനദുർഗ ദേവി എന്നാണ് പറയുന്നത് കേട്ടോ. 2 ദേവിമാരാണ്. ഒന്ന് താഴത്തെ അമ്പലം, ഒന്ന് മുകളിലത്തെ അമ്പലം. 2 കരക്കാര അമ്പലം ഒന്ന് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. നല്ല ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നല്ല ഭക്തിയാണ്. എന്ത് പറഞ്ഞാലും കാര്യങ്ങളൊക്കെ സാധിക്കുന്ന ഒരു നല്ല ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉത്സവമൊക്കെ അടുത്ത കാലത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഈ വഴിയൊക്കെ അവർ കുറച്ചെങ്കിലുമൊക്കെ വൃത്തിയാക്കി കിട്ടിയേക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതേ നടന്ന് മുകളിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ക്യാമറയ്ക്ക് ഒരു വെട്ടലുണ്ട്, ഞാൻ പറഞ്ഞില്ലേ മഴയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുട ഇരിപ്പുണ്ട്. അപ്പോൾ ശരിക്കും എനിക്ക് ക്യാമറ പിടിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്യാമറ ഇങ്ങനെ ചെറുതായിട്ട് വെട്ടുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ മുകളിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇന്നിവിടെ വിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ. അപ്പോൾ അത് നടത്തിയിട്ട് തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ ഇതാണ് മുകളിലത്തെ ക്ഷേത്രം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ താഴത്തെ ക്ഷേത്രം കാണാൻ പറ്റും കേട്ടോ. അതാണ് താഴത്തെ ക്ഷേത്രം, ഇത് മുകളിലത്തെ ക്ഷേത്രമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുകളിലത്തെ ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് വിളക്കൊക്കെ കത്തിക്കണം കേട്ടോ. വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷം നമ്മൾ താഴത്തേക്ക് പോകും. ഒരുപാട് ജനങ്ങളൊക്കെ വരുന്ന എന്താ പറയുക, ഒരു കിടിലം അടിപൊളി ക്ഷേത്രമാണ് കേട്ടോ. നല്ല എന്താ പറയുക, നല്ല ഒരു നാച്ചുറൽ ലുക്ക് ഫീൽ ചെയ്യുന്ന, നല്ല ഒരു ഭക്തിയൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു കിടിലം ക്ഷേത്രമാണ് കേട്ടോ. ഇതൊക്കെ ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ഇവിടെ വെയിറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ തിരുമേനി വന്നിട്ട് നമുക്ക് വിളക്കൊക്കെ ഇട്ട് തരും. അപ്പോൾ കത്തിക്കാൻ വേണ്ടത് ഇവിടെയൊക്കെ കത്തിച്ച് വയ്ക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ചെറിയ അമ്പലമാണെങ്കിൽ ഒരുപാട് ജനങ്ങൾ വരും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വിളക്കാണ്. അപ്പോൾ ഇവിടെയൊക്കെ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഓരോരോ മൂർത്തികളും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ വലിയ ക്ഷേത്രമുണ്ട്, താഴെയുള്ള ക്ഷേത്രം കേട്ടോ. അതാണ് മെയിൻ ക്ഷേത്രം. ഇത് രണ്ടാമതുള്ള ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ 2 ക്ഷേത്രങ്ങളും അടുത്താണ് ഉള്ളത് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ കിണറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാം വൃത്തിയാക്കി ഇട്ടേക്കാണ് കേട്ടോ. ഒരുപാട് നാളുകൾക്ക് മുന്നേ നല്ല കാടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ. ഇപ്പോൾ ഇതൊക്കെ വെട്ടി തെളിച്ച് ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഫൗണ്ടേഷനൊക്കെ കെട്ടിയിട്ടുണ്ട്.
അപ്പോൾ എല്ലാം കൊണ്ടും ഒരു എന്താ പറയുക ഒരു കിടിലം ലുക്കൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ തിരുമേനി അകത്ത് പൂജയിലാണ്. ഇനിയിപ്പോൾ നമുക്കതാ ഇവിടെ തിരിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, നമുക്ക് കത്തിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെയാണ് നമ്മളെ വിളക്കായിട്ട് വരെ നമുക്ക് തന്നെ കത്തിക്കാം. നല്ല ചൈതന്യമുള്ള ദേവിയാണ് കേട്ടോ. അതുകൊണ്ട് വനദുർഗ ദേവിയാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അതൊക്കെ തന്നെ അഞ്ചുമൂർത്തി ദേവിയാണ് താഴെ ഇരിക്കുന്നത് കേട്ടോ, താഴെ തമ്പലത്തിലിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് വിളക്കൊക്കെ ഒന്ന് കത്തിക്കാൻ കേട്ടോ. അപ്പോൾ ഓരോരുത്തരായി ഇതാകുമ്പോഴത്തേക്ക് അവരോട് കത്തിക്കണം കേട്ടോ വിളക്കൊക്കെ. അതാണ് എല്ലാ അമ്പലങ്ങളിലും അത് തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് വിളക്കെല്ലാം കത്തിച്ചിട്ട് നേരെ താഴത്തേക്ക് പോകണം. അപ്പോൾ അവിടെ ഒന്ന് കത്തിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് എല്ലാം വിളക്കെല്ലാം കത്തിച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് വലുതായിട്ട് ആളിൽ വന്നിട്ടില്ല. കാരണം വെച്ചാൽ നല്ല പെരുമഴ, നമ്മൾ ഇറങ്ങിയ സമയത്തുള്ള പെരുമഴയായിരുന്നു കേട്ടോ. അതിൽ കിട്ടില മഴയെന്ന് വെച്ചാൽ കോരി ചൊരിയുന്ന മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആളുടെ കുറവ്. അല്ലെങ്കിൽ നല്ല ആളിലും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്ത് പറഞ്ഞാലും നമുക്ക് ഒരു സാധിച്ചു കിട്ടുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. രണ്ടെണ്ണം ഒരേപോലെ തന്നെയാണ് കേട്ടോ. രണ്ടും കണക്റ്റഡാണ്, രണ്ട് ദേവി സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ ഒന്ന് താഴോട്ട് പോകാം. അപ്പോൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ, വിളക്കെല്ലാം കത്തിച്ചു. അപ്പോൾ മഴ നമ്മളെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ തന്നെ അറിയാം, റോഡ് കംപ്ലീറ്റ് നനഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. നല്ല മഴയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നേരെ താഴോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് നടന്നൊരു കുറച്ച് 1 മിനിറ്റ് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നേരെ ഇനി അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാം കേട്ടോ. രണ്ടും ഒരേ ക്ഷേത്രം തന്നെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, റോഡൊക്കെ നിറയെ വെള്ളമാണ് കേട്ടോ. ചെറിയ റോഡാണ്. അപ്പോൾ നമ്മൾ വണ്ടി മുകളിൽ പാർക്ക് ചെയ്തു കേട്ടോ. മുകളിൽ പാർക്ക് ചെയ്തിട്ട് നടന്നാണ് വന്നിരിക്കുന്നത്, കുടയൊക്കെ എടുത്ത്. അപ്പോൾ എൻ്റെ കയ്യിലൊരു കുട ഇരിപ്പുണ്ട് കേട്ടോ. അതാണ് ക്യാമറ ശരിക്കും എനിക്ക് പിടിക്കാൻ പറ്റാത്തൊരു കാര്യം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ രണ്ടാമത്തെ ക്ഷേത്രത്തിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ ഇവിടെ വരുന്ന സമയത്ത് നേരത്തെ പണ്ട് ഒരുപാട് നാളുകൾക്ക് മുന്നേ ഈ ഒരു ക്ഷേത്രം മാത്രമായിരുന്നു ആക്റ്റീവായിട്ടുള്ളത്. ഇപ്പോൾ രണ്ടും ആക്റ്റീവാണ് കേട്ടോ. അപ്പോൾ കാരണം ടൈലിൽ കംപ്ലീറ്റ് വെള്ളം, അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് കൂടുതൽ കുറച്ചുകൂടി വലിയ ക്ഷേത്രമാണ്. അപ്പോൾ ടൈലിങ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാം നല്ല വെള്ളമാണ്, നല്ല പെരുമഴയായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ആളിൽ വളരെ കുറവായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും നമുക്കത് ഇവിടെ ഈ കല്ലിലൊക്കെ വിളക്കെല്ലാം കത്തിച്ച് വയ്ക്കാറുണ്ട്, വിളക്കെല്ലാം തെളിയിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ രാവിലെ ഇവിടെ ഒരു ഗണപതി ഹോമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ കണ്ടോ കസേരയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ പറക്കി മാറ്റിയൊക്കെ വെക്കണം കേട്ടോ. ഇതെല്ലാം പൂ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഫ്രണ്ട്സ് കണ്ടു കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്, നമ്മളെ ചാനലിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ആളിലൊക്കെ ഇന്ന് വളരെ കുറവാട്ടോ. കാരണം നല്ല പെരുമഴയായതാണ് കുറവ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് വിളക്കെല്ലാം തെളിയിക്കാനുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് എന്താ പറയുക, എല്ലാവർക്കും അറിയാവുന്ന, വർക്കലൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ. നല്ല എന്ത് പറഞ്ഞാലും സാധിക്കും കേട്ടോ, തീർച്ചയായിട്ടും സാധിക്കും. 2 ദേവിമാർ ഒരേ കണക്കിരിക്കുന്ന ക്ഷേത്രമാണ് കേട്ടോ. അഞ്ചുമൂർത്തി ദേവിയും അതിനൊക്കെ തന്നെ വനദുർഗ ദേവിയാണ്. രണ്ടും നല്ല ദേവിമാരാണ്. എന്ത് കാര്യങ്ങൾ സാധിക്കും. കൃഷ്ണൻ്റെ മൂർത്തിഭാവത്തിലുള്ള രൂപങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതിനൊക്കെ തന്നെ ബാക്കിയുള്ള മൂർത്തിഭാവങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ എന്ത് കാര്യത്തിലും ശമനമുണ്ടാവും. കാരണം നമുക്കും അനുഭവം ഉള്ളതാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ അനുഭവം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടെ ഇവിടെ വരാറുണ്ട്. വിളക്ക് കാര്യങ്ങളും വഴിപാടും ഒക്കെ നടത്താറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മളെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ മൂർത്തിഭാവങ്ങളാണ്, ഓരോരോ മൂർത്തിഭാവങ്ങളുണ്ട് കേട്ടോ. ഇവിടെ കണ്ട ഗണപതിയാണ്, അങ്ങനെ ഒരുപാട് ഉണ്ട് കേട്ടോ. ഇവരുടെയൊക്കെ മൂർത്തിഭാവങ്ങളുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് സൈഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിളക്കെല്ലാം തെളിയിച്ചു കേട്ടോ. വിളക്കെല്ലാം കത്തിച്ചു. അപ്പോൾ മുകളിലും കത്തിച്ചു, അതിനൊക്കെ തന്നെ താഴെയും കത്തിച്ചു. അപ്പോൾ ഓരോരുത്തരെ വിളക്കാകുമ്പോഴത്തേക്ക് അവരോട് കത്തിക്കണം. ഇത് രാവിലെയുള്ള ഗണപതി ഹോമത്തിന് നേരത്തെ പറഞ്ഞായിരുന്നു കേട്ടോ. അത് അവിടെ തന്നെ കത്തിയിരിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫുള്ള് ഞാൻ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും നമ്മളെ ഫ്രണ്ട്സ് താല്പര്യം ഉണ്ടെങ്കിൽ സമയം കിട്ടുമ്പോൾ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ വരാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. എല്ലാവർക്കും എന്താ പറയുക, ഈ സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭക്തി എല്ലാവർക്കും കൂടുതലാണ് കേട്ടോ. നമ്മളൊക്കെ ക്ഷേത്രത്തിൽ ഒരുപാട് പോകുന്നുണ്ട്. കാരണം വേറെ നമുക്ക് എന്താ പറയുക, സമാധാനമായിട്ട് വേറെ ഒന്നുമില്ലല്ലോ. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തേക്കാം. നമുക്കിവിടെ പോയിട്ട് നല്ല മാറ്റങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് എന്താ പറയുക, സന്തോഷമുണ്ട് ഇവിടെ വന്നതിന് ശേഷം. അപ്പോൾ അതാ ഇവിടെ നിന്നാൽ മറ്റേ ക്ഷേത്രം കാണാൻ പറ്റും കേട്ടോ. അവിടെ നിന്നാൽ ഈ ക്ഷേത്രവും ഇവിടെ നിന്നാൽ ആ ക്ഷേത്രവും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടെ എന്താ വിളക്കെല്ലാം തെളിച്ച് വെച്ചിട്ടാണ് നമ്മൾ താഴത്തേക്ക് വന്നത്. അപ്പോൾ ഇന്ന് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ ആൾ കുറവ് കേട്ടോ. അല്ലെങ്കിൽ നിറയെ ജനങ്ങളുള്ളതാണ് കേട്ടോ. കുടുംബക്കാരായാലും അതിനൊക്കെ തന്നെ മറ്റുള്ളവരൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ. ചെരുപ്പൊക്കെ നമുക്ക് ആ ഭാഗത്ത് ഊരിയിടാണ് കേട്ടോ. ഇങ്ങോട്ട് അകത്തോട്ട് ചെരുപ്പ് ഇടാൻ പറ്റില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കത് വിളക്കെല്ലാം തെളിയിച്ചു. നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് കഴിഞ്ഞു കേട്ടോ.
അപ്പോൾ നമ്മളെ വിളക്കായിരുന്നു, അതെല്ലാം കഴിഞ്ഞു. ദേവി ദാനിച്ചൊരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഇതാണ്, ചൈതന്യമുള്ള ദേവിയാണ്. അപ്പോൾ ബാക്കിയുള്ളിടത്തൊക്കെ നമുക്ക് ഇവിടെ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, തിരുവേലി ചെയ്യുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി കുറച്ച് നേരം കൂടെ ഇവിടെ നിൽക്കണം. നമുക്ക് ഇതിൻ്റെ പ്രസാദവും കാര്യങ്ങളൊക്കെ മേടിക്കാറുണ്ട്. അതൊക്കെ തന്നെ ഇവിടെയൊക്കെ വിളക്കെല്ലാം കത്തിച്ചൊക്കെ വെച്ചു കേട്ടോ. ഇതൊക്കെ നമ്മൾ തന്നെയാണ് കത്തിക്കുന്നത് കേട്ടോ. നമുക്ക് സ്വന്തം വിളക്കുള്ളവരെയാണ് ഇവിടെയൊക്കെ കത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം കത്തിച്ചത് ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. യെസ്, അപ്പോൾ എല്ലാം ഒന്ന് കഴിഞ്ഞു കേട്ടോ. പൂജകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ക്ഷേത്രം അടയ്ക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ ശരിക്കും രാത്രിയായി കാണുമ്പോൾ തന്നെ അറിയാൻ കാണും, ഇരുട്ടി, നേരെ ഇരുട്ടി. അപ്പോൾ ഇനി നമുക്ക് ഇതുവഴിയാണ് തിരിച്ചു പോകണം കേട്ടോ. ചെരുപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഊരിയിട്ടാണ് ഇങ്ങോട്ട് കയറാനുള്ളത് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്കിനിപ്പോൾ തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ട്. അതിനൊക്കെ തന്നെ ചാനലിൽ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സമയമാകുമ്പോൾ ഒന്ന് കാണുക, സമയം കിട്ടുമ്പോൾ ഒന്ന് കാണുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇതുവഴി നേരെ നടന്നിട്ട് അങ്ങോട്ട് മുകളിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ മുകളിൽ ക്ഷേത്രത്തിന് വിളക്കെല്ലാം കത്തിച്ചാൽ ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ വിളക്കെല്ലാം ഏകദേശം കുറേ സമയം ഇരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നത്, ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 10-11 മണി വരെയൊക്കെ കത്തിച്ച് വെച്ച വിളക്കൊക്കെ അതേ കിടക്കാൻ ഇരിക്കുക, ഇരുന്ന് കത്തും കേട്ടോ. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വേണമെന്നെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് പിൻ ചെയ്തേക്കും. അല്ലെങ്കിൽ തന്നെ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്ടായിട്ടൊക്കെ ഇടും, അതിനൊക്കെ എന്നെ പിൻ ചെയ്തേക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതുപോലുള്ള കിട്ടുന്ന വീഡിയോസിനായിട്ട് അതിനൊക്കെ ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യും കേട്ടോ. നല്ലൊരു വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ, അടിപൊളിയാണ് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് നടന്നുകൊണ്ട് പോകാം കേട്ടോ. അപ്പോൾ ഇതാണ് വഴി കേട്ടോ. നമുക്ക് വണ്ടി മുകളിൽ പാർക്ക് ചെയ്തിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. വഴി വളരെ ചെറിയ വഴി ആയതുകൊണ്ടേ നമുക്ക് വണ്ടി കൊണ്ട് ഇറങ്ങി വരില്ല, അതിലിരിക്കുന്ന വലിയ വണ്ടിയായിട്ടേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ദയവായി അടുത്തൊരു അടിപൊളി. ബൈ ബൈ.